ദൈവ തിരുനാമം മഹത്വീകരിക്കപ്പെടട്ടെ. യുവർ ഹോളിനെസ് മോറൻ ബാബ തിരുമേനി, അവർ ചീഫ് ഗസ്റ്റ്, ഓണറബിൾ ഗവർണേഴ്സ്, യുവർ എമിനൻസസ്, ഓണറബിൾ മിനിസ്റ്റേഴ്സ്, മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, our guests, church officials in the dais, reverend fathers, sisters, and dearly beloved ones in Christ. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണിത്. മാർത്തോമൻ പൈതൃകത്തിൻ്റെ മഹത്തായ കാര്യങ്ങൾ വിളിച്ചറിയിക്കുന്നതോടൊപ്പം കാലഘട്ടത്തിന് അനുയോജ്യമായ നിയോഗങ്ങൾ തിരിച്ചറിഞ്ഞ് കർമ്മമണ്ഡലത്തിൽ കൂടുതൽ കരുത്തോടെ കർമ്മനിരതരാകുവാനുള്ള ആഹ്വാനം ഉൾക്കൊള്ളുവാനുള്ള സന്ദർഭം കൂടിയാണിത്. അപ്പസ്തോലിക പിന്തുടർച്ചയും വിശ്വാസവും കലർപ്പില്ലാതെ കാത്തുസൂക്ഷിക്കുന്നു എന്നത് മാർത്തോമൻ പൈതൃക പാതയിലെ പ്രധാന ഘടകമാണ്. വിശ്വാസമൂല്യങ്ങൾ ആചാര അനുഷ്ഠാനങ്ങളും മുറുകെ പിടിക്കുമ്പോഴും ഇതര മതവിശ്വാസ പാരമ്പര്യങ്ങളെയും സമൂഹങ്ങളെയും ആദരവോടെ കാണുന്ന സഹിഷ്ണുതാ മനോഭാവം മാർത്തോമൻ പൈതൃകത്തിൻ്റെ മറ്റൊരു ഉദാത്ത ഭാവമാണ്. ദേശീയ ബോധത്തിൻ്റെയും ഭാരത സംസ്കാരത്തിൻ്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും അന്തസ്സത്ത നിലനിർത്തുവാനുള്ള സന്നദ്ധ ഈ പൈതൃക പാതയിലെ മറ്റൊരു ഘടകമാണ്. രാഷ്ട്രനിർമ്മാണം, സാമൂഹ്യ നവോത്ഥാനം, സാധാരണക്കാരുടെ അവകാശങ്ങൾ സംരക്ഷണം തുടങ്ങിയവ മാർത്തോമായുടെ മക്കൾ എക്കാലവും ഗൗരവപൂർവ്വം കാണുന്ന കാര്യങ്ങളാണ്. ഒരു വൈദേശിക മേൽക്കോയ്മയ്ക്കും നമ്മുടെ ആത്മാഭിമാനവും സ്വാതന്ത്ര്യവും അടിയറ വയ്ക്കരുതെന്ന് പഠിപ്പിച്ച ഒരു പുണ്യാത്മാവിൻ്റെ ഓർമ്മയുടെ നാളുകൾ കൂടിയാണല്ലോ ഇത്. ക്രമീകൃതമായ ഭരണക്രമത്തിനുള്ള ഭരണഘടനയുണ്ടായിട്ട് 90 വർഷം തികയുന്നു. മലങ്കര സഭയുടെ അസ്തിത്വഭാവം രാഷ്ട്രപിതാക്കന്മാർ കാലങ്ങൾക്ക് മുമ്പേ അംഗീകരിച്ചു തന്നിട്ടുണ്ട്. അതിനപ്പുറത്ത് പുതിയതായിട്ട് ഒന്നിൻ്റെയും ആവശ്യമുണ്ടെന്ന് കരുതുന്നില്ല. അതിനുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന മലങ്കര സഭ മക്കളുടെ സാന്നിധ്യം. മധ്യസ്ഥം വേണ്ട, കോടതി വിധികളിലാണ് ഞങ്ങൾക്ക് വിശ്വാസമെന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് കോടതി വിധികൾ വേണ്ട, മാധ്യസ്ഥം മതി എന്ന്. രാജ്യത്തെ നീതി വ്യവസ്ഥയെ അംഗീകരിക്കുന്നവരെ കുറ്റക്കാരായി കാണുന്ന പ്രവണത വിചിത്രമായി തോന്നുന്നു പ്രിയമുള്ളവരെ. മറിച്ച് നീതി വ്യവസ്ഥയെ തകിടം മറിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് നൽകുന്ന സംരക്ഷണത്തിലെ നീതിബോധം ബലഹീനരായ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. 52 വർഷങ്ങൾക്ക് മുമ്പ് മാർത്തോമാ ശ്ലീഹായെ നിഷ്കരുണം തള്ളിപ്പറഞ്ഞവർ ഇപ്പോൾ അദ്ദേഹത്തെ അംഗീകരിക്കുവാനും ആദരിക്കുവാനും തയ്യാറായതിൽ ഏറെ സന്തോഷമുണ്ട്. ഈ വിവേകം അന്നുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന വിഘടന, വിഭാഗീയ, വിദ്വേഷസ്ഥിതി ഈ സഭയിൽ ഉണ്ടാകുമായിരുന്നില്ല. കാലത്തിൻ്റെ കടന്നുപോക്കിൽ പലതും അംഗീകരിക്കുവാനും ആദരിക്കുവാനുമുള്ള അവസരമുണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവാശ്രയത്തോടെ അച്ചടക്കത്തോടെ ദൈവതിരുനാമ മഹത്വത്തിന് സുവിശേഷത്തിൻ്റെ സാക്ഷ്യത്തിനും നമുക്ക് നമ്മുടെ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബാബാ തിരുമേനിയുടെ പിന്നിൽ അണിനിറന്നുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോകാം. ദൈവം ഈ സഭയെ അനുഗ്രഹിക്കട്ടെ, നയിക്കട്ടെ. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിൻ്റെ ഭാവുകങ്ങളും ആദരവുകളും ആശംസകളും.